ലോക സിനിമയ്ക്ക് മുമ്പിൽ മലയാള സിനിമയെ ഒരു മാസ്റ്റർ പീസ് ആക്കി മാറ്റിയ ഒരു ക്രൈം ഫ്രാഞ്ചൈസ് ആയിരുന്നു ദൃശ്യം. ഈ ദൃശ്യ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അതിന്റെ വേൾഡ് ബിൽഡിംഗ് ആണ്. ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അയാളുടെ കുടുംബത്തിന് ചുറ്റും പടുത്തുയർത്തിയ ഒരു മിസ്റ്റീരിയസ് വേൾഡ് ആണ് ഇത്. ഇപ്പോഴും നമ്മൾ ദൃശ്യം 1-ലും ദൃശ്യം 2-ലും കണ്ടതൊക്കെ സത്യമാണെന്ന് പോലും അറിയത്തില്ല. ഇനിയും എന്തൊക്കെ നിഗൂഢതകളാണ് ഇങ്ങനെ കെട്ടഴിച്ചു വിടാൻ പോകുന്നതെന്ന് ദൃശ്യം 3 കാണുമ്പോൾ അറിയാം. എന്നാലും നമ്മൾ കണ്ട ദൃശ്യത്തിലും ദൃശ്യം 2-ലും മുഴുവനായി പറയാതെ പോയ അല്ലെങ്കിൽ പറയാൻ ബാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ ലീഡ് പിടിച്ചായിരിക്കും ദൃശ്യം 3 ആരംഭിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ദൃശ്യം 1-ലേക്ക് വരാം. വരുണിന്റെ മരണവും അത് മറച്ചു പിടിക്കാൻ ജോർജ് കുട്ടി നടത്തിയ ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു റിയലിസ്റ്റിക് ക്രിയേഷൻ റീക്യാപ്ചർ പരിപാടി. അതായത് നടന്ന സംഭവങ്ങളെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് പോലീസിനെ കുരുക്കി. നിയമം പുള്ളിയും ഫാമിലിയും നേരെ ഒരു കുരുക്കായി വരുമ്പോ ആ പഴുതുകൾ അടയ്ക്കാൻ അയാൾ ഒരു സിനിമ സ്റ്റൈൽ പരിപാടി ചെയ്ത് മൊത്തം സിസ്റ്റത്തെ ലോക്ക് ചെയ്യുന്നു. ഒടുവിൽ ആ പയ്യന്റെ ബോഡി പണി നടക്കുന്ന പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടിട്ട് മടങ്ങുന്ന ജോർജ് കുട്ടി കാണിച്ചുകൊണ്ടാണ് ദൃശ്യം അവസാനിക്കുന്നത്. ദൃശ്യം 2-ലേക്ക് വരുമ്പോ സംഭവം നടന്ന് 6 വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് വീണ്ടും തുറക്കപ്പെടുന്നു. പോലീസ് അന്നേ പുള്ളിയെ കവർ ചെയ്യുന്നു. പുതിയ തെളിവുകൾ ഉണ്ടാവുന്നു. അങ്ങനെ അസ്ഥികൂടം കണ്ടെടുക്കുന്നു. ഇവിടെയാണ് ഈ ഫ്രാഞ്ചൈസിന്റെ വേൾഡ് ഒരുപാട് വൈഡ് ആവുന്നത്. ഇവിടെ ജോർജ് കുട്ടി ശരിക്കും ഒരു മിത്തായി മാറുവാണ്. നാട്ടുകാരും പോലീസുകാരും ഒരുപോലെ അയാളെ സംശയിക്കുമ്പോഴും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അയാൾ തന്റെ ലൈഫ് തന്നെ ഒരു തിരക്കഥ പോലെ മാറ്റി എഴുതും. അവസാനം കണ്ടിരിക്കുന്ന എല്ലാത്തിന്റെയും ഗിളിയും പറത്തും. നടന്ന സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും ഇനി നടക്കാണ്ടിരിക്കുന്ന സംഭവങ്ങളും എല്ലാം ബേസ് ചെയ്ത് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി അത് കോപ്പിറൈറ്റിന് വേണ്ടി ഒരു ബുക്കാക്കും. അങ്ങനെ അത് വെച്ച് പുള്ളി സിമ്പിൾ ആയിട്ട് തൽക്കാലം ഊരിപ്പോവും. എന്നാലും പുതിയൊരു ലീഡ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ദൃശ്യം 2-വും അവസാനിക്കുന്നത്. രണ്ടാമത്തെ അസ്ഥി ആരുടേതാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ദൃശ്യം 1 അബദ്ധത്തിൽ സംഭവിച്ചൊരു കൊലപാതകവും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഗെയിമും ആണ്. ദൃശ്യം 2 6 വർഷത്തിന് ശേഷം പോലീസ് അയാൾക്കെതിരെ നടത്തിയൊരു പ്ലാനിങ്ങിനെ പ്രതിരോധിക്കുക. ഇനി ദൃശ്യം 3-ലേക്ക് വരുമ്പോ ഈ ദൃശ്യം വേൾഡ് അതിന്റെ ഒരു ചുരുളഴിക്കൽ പരിപാടിയിലേക്ക് എത്തുന്നത് ഈ ഭാഗത്തിലായിരിക്കും. ഇത് ശരിക്കും ജോർജ് കുട്ടിയുടെ ഒരു സർവൈവൽ സ്റ്റോറി ആയിരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. ദൃശ്യം 2-ലൂടെ നമ്മൾ മനസ്സിലാക്കിയ കഥയ്ക്ക് ഉറപ്പായും മറ്റൊരു വശമുണ്ട്. ദൃശ്യം 2-ലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ആ കോർട്ട് സീനും സായ് കുമാറിന്റെ ക്യാരക്ടർ പറയുന്ന സിനിമാ കഥയും മാത്രമാണ്. എന്നാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നമ്മൾ സിനിമയിൽ കണ്ടതും പോലീസ് നിയമവും വിശ്വസിച്ചതും ജോർജ് കുട്ടി എഴുതിയ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് മാത്രമാണ്. ഇതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ നേരത്തെ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും കണ്ടത് സായ് കുമാറിന്റെ സൈഡിൽ നിന്നുള്ള ഒരു കഥ മാത്രമാണ്. എന്നാൽ ശരിക്കും ജോർജ് കുട്ടി ചെയ്തു വെച്ചത് ഇതൊക്കെ തന്നെയാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അപ്പൊ നമുക്ക് ദൃശ്യം നിർത്തിയെടുത്തും തുടങ്ങാം. ജോസ് എന്ന് പറയുന്ന ആളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വരുണിന്റെ ബോഡി പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ പോലീസ് അത് തുറന്ന് വരുണിന്റെ അസ്ഥി കണ്ടെത്തുന്നു. അങ്ങനെ സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ജോർജ് കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു. എന്നാൽ കോടതിയിൽ വെച്ച് ഒരു മാരക ട്വിസ്റ്റ് സംഭവിക്കുന്നു. അസ്ഥി വരുണിന്റേതല്ല, അത് മറ്റാരുടെയോ അസ്ഥിയാണ്. അതിന് പിന്നാലെ നടന്നതും നടക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം വെച്ച് ജോർജ് കുട്ടി ആ കഥ ഒരു സിനിമയാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ആ കഥ ഒരു ബുക്കായി 6 മാസങ്ങൾക്ക് മുമ്പേ പുള്ളി അത് പബ്ലിഷ് ചെയ്തു. അപ്പൊ താൻ എഴുതിയ ബുക്ക് വായിച്ച് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയി പോലീസ് കേസ് കുത്തിപ്പൊക്കി എന്നായി. പക്ഷെ ഇവിടെ പോലീസിന് കിട്ടിയൊരു പണി എന്താണെന്ന് വെച്ചാൽ ജോർജ് കുട്ടിയെ പ്രതിയാക്കാൻ വേണ്ടി പോലീസ് കെട്ടിച്ചമച്ചൊരു കഥയെടുത്തുന്ന രീതിയിൽ വരും. അതായത് അസ്ഥിക്കൂട് ഉൾപ്പെടെ പോലീസിന്റെ നാടകമാണെന്ന് വരും. അപ്പൊ പോലീസ് ഈ കേസ് എങ്ങനെയൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞാലും പോലീസിന് ചീത്തപ്പേര് കൂടെയുള്ളൂ. ഇങ്ങനെ ഇമാതിരി ഒരു കുരുക്കുണ്ടാക്കി വെച്ചതുകൊണ്ട് പോലീസിന് എന്ത് തെളിവുണ്ടെന്ന് നിരത്തിയാലും പോലീസ് കെട്ടിച്ചമച്ചതാണെന്നേ വരൂ. കാരണം പോലീസിന് നേരിട്ട് അത്രത്തോളം ഈഗോ ഉള്ളൊരു സംഭവമാണിത്. അപ്പൊ ജോർജ് കുട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജോർജ് കുട്ടിയെ ബന്ധപ്പെട്ട് വരുന്ന ഈ കേസിൽ കോടതിക്ക് പോലീസിനോടുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുക. ഇതായിരുന്നു അങ്ങയുടെ പ്ലാനും ഏറ്റവും വലിയ ധൈര്യവും. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോൾഡ് കേസ് ആയാലും വരുണിന്റെ പേരൻസും പോലീസും അടങ്ങിയിരിക്കും തോന്നില്ല. കാരണം പുള്ളി പോലീസിനെ കള്ളനാക്കി ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും വലിയൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കിയിട്ടാണ് കറങ്ങി കിടക്കുന്നത്. അപ്പോ അവരും ഇതിന്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാതിരിക്കത്തില്ല. എന്നാൽ പോലീസിന്റെ അടുത്ത റൂട്ടിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുരുക്കുണ്ടായി കാണും. ആ സംഭവത്തിന് ശേഷം പോലീസ് നേരെ ജോർജ് കുട്ടിയുടെ ബുക്കിന് നേരെ പോകാനാണ് സാധ്യത. ആ ലീഡ് പിടിച്ചു പോയാലും എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കത്തില്ല. പക്ഷെ എന്ത് കിട്ടിയാലും തെളിവുണ്ടായിരിക്കില്ല. ദൃശ്യം 2-ന് ശേഷം എന്ത് സംഭവിച്ചെന്ന് അത് ദൃശ്യം 3 കണ്ടാലേ മനസ്സിലാവൂ. എന്നാൽ ഊഹിച്ചാൽ കിട്ടുന്ന ചില സംഭവങ്ങളുണ്ട്. അത് കുറച്ച് സംശയങ്ങളാണ്. അതിൽ മെയിൻ പോലീസാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികൂടം വരുണിന്റേതല്ല എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് അത് ആരുടേതാണ്? അതാരുടേതാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ പോലീസിനാണ്. കാരണം പോലീസ് കെട്ടിച്ചമച്ച രീതിയിലാണല്ലോ വിധി വന്നത്. അപ്പോ ആ അസ്ഥികൂടത്തിന്റെ ഉത്തരവാദിത്വം പോലീസിന്റെ പെടലിക്കായി. അസ്ഥികൂടം എടുത്താരുടെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചിട്ട് അളി നൈസായിട്ട് സ്കൂട്ടായി. ഇനി അസ്ഥികൂടം ആരുടേതാണെന്ന് കണ്ടെത്താതിരിക്കാൻ പോലീസിന് പറ്റില്ലല്ലോ. അങ്ങനെ അതിലേക്കുള്ള ഒരേ ഒരു ലീഡ് എന്ന് പറയുന്നത് മറ്റേ ബുക്ക് മാത്രമാണ്. സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ അന്വേഷിച്ചാലും പോലീസിന് ജോർജ് കുട്ടിയെ പൂട്ടാൻ പറ്റും.
എന്നിട്ടും ദൃശ്യം 3 പുള്ളി പുറത്തുണ്ടെങ്കിൽ അവിടെ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചു കാണും. പിന്നെ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ജോർജ് കുട്ടി അത് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. അതൊരു റൂട്ട് ആയിക്കൂടെ? പോലീസ് ബുക്കിന്റെ പിന്നാലെ പോകുമ്പോ പുള്ളി ശരിക്കും വേറെന്തോ പരിപാടിയാണ് ചെയ്തെങ്കിലോ? ഇങ്ങനെ പറയാൻ കാരണം സെക്യൂരിറ്റിയുടെ സഹായത്തോടെ ജോർജ് കുട്ടി അസ്ഥിയൊക്കെ മാറ്റി നോക്കെ. പക്ഷെ പോലീസിന്റെ സീൽ ഇളക്കാതെ അതെങ്ങനെ ചെയ്യും? അങ്ങനെ സീൽ ഇളക്കിയിട്ടുണ്ടെങ്കിൽ പോലീസിന് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവേണ്ടതാണ്. പിന്നെ ആ അസ്ഥി ഫോറൻസിക്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ എടുത്ത അസ്ഥിയിൽ നിന്ന് എന്തായാലും തെളിയും. കാരണം മണ്ണ്, അസ്ഥികൂടത്തിന്റെ പഴക്കം ഇതെല്ലാം നോക്കും. ഇനി ജോർജ് കുട്ടി സൂക്ഷിച്ചു വെച്ച അസ്ഥികൂടമാണെങ്കിൽ അത് ഇതെല്ലാം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ പുള്ളിയുടെ റൂട്ട് മാപ്പ് എടുത്താൽ തന്നെ പോലീസിന് പൂട്ടാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അങ്ങനെ ഇതിനിടയ്ക്ക് കളിച്ചത് ഡബിൾ ഗെയിം ആണ്. അതായത് സായികുമാറിനെ വെച്ച് ജോർജ് കുട്ടി പറഞ്ഞ ദൃശ്യം ബുക്കിന്റെ കഥയുടെ പിന്നാലെ പോലീസ് പോകുന്നു. അവർ ആ പയ്യന്റെ അസ്ഥികൂടത്തിനും ആ ബുക്കിലുള്ള കഥയ്ക്കും പിന്നാലെ ഓടി. അങ്ങനെ ജോർജ് കുട്ടിയുടെ പ്ലാൻ ഓരോന്നായിട്ട് പൊളിക്കാൻ വേണ്ടി പോലീസ് നോക്കും. പക്ഷെ ശരിക്കും ജോർജ് കുട്ടി ആ ബുക്കിൽ എഴുതിയ കഥ കള്ളമാണെങ്കിലോ? ബുക്കിലെ കഥയുടെ പിന്നാലെ എല്ലാരെയും ഓടിച്ചിട്ട് അങ്ങനെ ശരിക്കും ചെയ്തത് മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെ പറയാൻ കാരണം കണ്ടെടുത്ത രണ്ടാമത്തെ അസ്ഥികൂടം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടെടുത്ത യഥാർത്ഥ അസ്ഥികൂടം അല്ലെന്ന് എന്തായാലും തെളിയും. കാരണം വരുണിന്റെ ബോഡി അസ്ഥിയായിട്ടല്ല പോലീസ് സ്റ്റേഷനിൽ ജോർജ് കുട്ടി കൊണ്ട് കുഴിച്ചിട്ടത്, ഫുൾ ബോഡി ആയിട്ടാണ്. അതേ മണ്ണിലാണ് അവന്റെ ബോഡി അഴുകിച്ചേരുന്നതും. ഇനി അസ്ഥികൂടം എടുത്തോണ്ട് പോയാലും ഹെയർ, DNA ഇതെല്ലാം മണ്ണിൽ നിന്ന് തന്നെ കിട്ടും. അത് വെച്ച് DNA ടെസ്റ്റ് ചെയ്ത ജോർജ് കുട്ടിയല്ല അങ്ങേരെക്കാൾ വലിയ ക്ലാസിക് ക്രിമിനൽ വരെ ജയിലിൽ കിടക്കും. ജോർജ് കുട്ടി എന്തായാലും മൊട്ടയടിച്ചിട്ട് അവനെ കൊണ്ട് കുഴിച്ചെടുത്തില്ലല്ലോ, ഒരു മുടിയെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഈ മുടിയുടെ DNA പറ്റി ദൃശ്യം 2 പറയുന്നുണ്ട്. പണ്ട് ജോർജ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു പശുക്കുട്ടിയെ കുഴിച്ചെടുത്ത കുഴി വീണ്ടും പരിശോധിച്ചതായും പറയുന്നുണ്ട്. അതായത് ആ കുഴിയിലെങ്ങാനും വരുണിനെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ മുടി വല്ലതും കിട്ടുമെന്നറിയാൻ. പക്ഷെ അന്നൊന്നും കിട്ടിയില്ല. എന്നാൽ ഇപ്പൊ മുടി കിട്ടിയ അതിൽ നിന്ന് DNA എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ അസ്ഥി കിട്ടിയ പിന്നെ മുടി എന്തിനെന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം കാര്യം അങ്ങനെയല്ലല്ലോ, യഥാർത്ഥ അസ്ഥി മാറിപ്പോയി. ഇപ്പൊ പോലീസിന് എന്തായാലും കഥ അറിയാം. അസ്ഥി ഫോറൻസിക് ലാബിൽ നിന്ന് പോയെന്നറിയാം. അപ്പോ മുടി അവിടെ ഒരു സാധ്യതയാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയത് വരുണിന്റെ സ്കെലട്ടൻ ആണെന്ന് തെളിയിക്കാനുള്ള ഒരേ ഒരു വഴിയും മുടിയാണ്. ഈ മുടിയുടെ DNA പറ്റി എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് ഈ കോടതി വിധിക്ക് ശേഷം അത് അന്വേഷിക്കാതിരിക്കില്ലല്ലോ. പിന്നെ സ്പോട്ടിൽ അസ്ഥികൂടത്തിന്റെ ഫോട്ടോ എടുക്കാതിരിക്കില്ലല്ലോ. അപ്പോ അത് വെച്ച് മാച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ സംഭവം എല്ലാം പൊളിയും. അത് വെച്ചൊരു അന്വേഷണം നടന്നാൽ പെടും, ഊരിപ്പോരാൻ പറ്റത്തില്ല. അപ്പോ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരേ ഒരു സാധ്യത ജോർജ് കുട്ടി പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടത് വരുണിന്റെ ബോഡി ആയിരിക്കത്തില്ല. പുള്ളി അന്നേ തന്നെ ഏതെങ്കിലും ശവക്കുഴി ആരെങ്കിലും പൊക്കി അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് വരുണിന്റെ ബോഡി നൈസായിട്ട് മാറ്റി കാണും. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ജോർജ് കുട്ടി വരുണിന്റെ ബോഡിയും കൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടെന്ന് തന്നെ വിചാരിക്കാം. അപ്പോഴാണല്ലോ മറ്റേ ജോസ് കാണുന്നത്. അപ്പൊ ജോർജ് കുട്ടി എങ്ങാനും ജോസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ഒരു വലിയ പണിയാണെന്ന് പുള്ളി വിചാരിക്കാതിരിക്കില്ല. കാര്യം ദൃശ്യം 2 ഇത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ച ഒരു ബുക്കൊക്കെ എഴുതാമെങ്കിൽ ഇങ്ങനെ ഒരു ലൂപ്പ് ഹോള് അടയ്ക്കാതെ പുള്ളി മുന്നോട്ട് പോകത്തില്ല. കാരണം ഈ ജോസ് എന്ന് പറയുന്ന പുള്ളി അയാളൊരു സ്ട്രേഞ്ചർ ആണ്. എത്രയ്ക്കാന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും പണി കിട്ടാതിരിക്കത്തില്ല. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജോർജ് കുട്ടി ജോസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ജോർജ് കുട്ടി വീണ്ടും വന്ന് വേറെ ബോഡി അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് വരുണിന്റെ ബോഡി എടുത്തോണ്ട് പോയിക്കൂടെ? പിന്നെ ഈ ജോസിന്റെ അളിയനെ പുള്ളി തലക്കടിച്ച് കൊന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ പ്രായം വെച്ച് നോക്കുമ്പോൾ അതൊരു 10-20 വയസ്സുള്ള പയ്യനാണെങ്കിൽ ആ ഒരു ബോഡിയും ഇവിടെ കൊണ്ടുവന്ന് തട്ടാം. ഈ ഒരു ഡൗട്ട് പറയാൻ കാരണം ഈ രണ്ടുപേരും ഒരേ ടൈമിലാണ് മരിക്കുന്നത്. ഇതൊക്കെ എന്റെ ഒരു സംശയം, ഇമാജിനേഷൻ മാത്രമാണ്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഈ മണ്ണിലെ DNA കാര്യങ്ങളൊക്കെ വൻ ഡൗട്ടാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോ ഇങ്ങനെ കിട്ടി. ഇങ്ങനാണെങ്കിൽ ആ ലോജിക്ക് കറക്റ്റ് ആയിരിക്കും. അല്ലാതെ ദൃശ്യം 2 പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിലെ മണ്ണിലുള്ള വരുണിന്റെ DNA ഇഗ്നോർ ചെയ്ത് കഥ കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആയിരിക്കില്ലേ? ഇനി നമുക്ക് ദൃശ്യം 3 വരാം. ദൃശ്യം 1 എടുത്താൽ അതിൽ മൊത്തം ജോർജ് കുട്ടി എന്ന മനുഷ്യന്റെ ബ്രില്യൻസ് ആണ്. ദൃശ്യം 2 അങ്ങേരുടെ ഡിഫൻസ് ആണ്. ഇനി 3 എന്താണ്? കഴിഞ്ഞ 2 ഭാഗങ്ങളിലും ഇല്ലാതിരുന്ന ഒരു പേടി ജോർജ് കുട്ടിക്ക് ദൃശ്യം 3 കാണാം. സംഭവം കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞിട്ടും പുള്ളിക്ക് ഒരു സമാധാനമില്ല. അടുത്ത വരവിനെ തടയാനുള്ള തയ്യാറെടുപ്പൊക്കെ അയാൾ ഇപ്പോഴേ തുടങ്ങി കാണുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പുള്ളി ചെറുതായിട്ട് പണി പാളിയ പോലെയാണ്. ഈ ട്രെയിലർ കണ്ടാ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒന്ന്, വരുണിന്റെ കേസ് പോലീസിന് തെളിയിക്കാൻ പറ്റാണ്ട് ഒരു കോൾഡ് കേസ് പോലെ ആയിട്ടുണ്ട്. ഇതിന്റെ പിന്നാലെ ഓടി ഓടി പോലീസിന് വരെ മടുത്ത് കാണും. ഇനി കേസിന്റെ പിന്നാലെ ആരും വരില്ലെന്ന് ജോർജ് കുട്ടി ഫാമിലി വിശ്വസിച്ച് കാണും. അത് ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും ആരാണ് വരുന്നത്? ഇത്തവണ ഈ കേസ് കുത്തിപ്പൊക്കാൻ വരുന്നത് മീഡിയക്കാരാണ്. വരുണിന്റെ കേസിനെ ചുറ്റിപ്പറ്റി ഒരു ഡോക്യുമെന്ററി എടുത്ത് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ലീഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ആരെങ്കിലും ഇറക്കിയതാവാം. പോലീസിനെ കൊണ്ട് തെളിയിക്കാൻ പറ്റാതെ പോയ എത്രയോ കേസുകൾ മീഡിയ വഴി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ജോർജ് കുട്ടിയുടെ കഥയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ പോയി കാണുന്നുണ്ട്, പഴയ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. പാസ്റ്റിൽ എവിടെയോ വിട്ടിട്ട് പോയൊരു ലീഡ്, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ലീഡ് പ്രസന്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എഫക്റ്റ് ആണ് ദൃശ്യം 3. അപ്പോ ട്രെയിലറിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ചിലപ്പോ സ്പോയിലർ ആയേക്കാം. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ തന്നെ നടക്കുന്നൊന്നുമില്ല. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് അലമ്പാക്കാതെ സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞു. ജോർജ് കുട്ടി പുള്ളി പേടിച്ചു തുടങ്ങി. പഴയതുപോലെ അത്ര ഓക്കെ അല്ല. കുറ്റബോധം കാണും. തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ടീസറിൽ പുള്ളി ആരോടോ സത്യങ്ങൾ ഏറ്റു പറയുന്നതായി കാണാം. സാറെന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. അതെന്തായാലും മറ്റേ പ്രഭാകർ അല്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് വിനയ് ചന്ദ്രനോടാണ്. ഈ സോങ്ങിൽ ഇങ്ങനൊരു ഷോട്ട് ഉണ്ട്. ജോർജ് കുട്ടി കിടക്കുന്ന ഒരാളുടെ കയ്യിൽ പിടിച്ച് ഇരിക്കുന്നത് പോലെ. അത് വിനയ് ചന്ദ്രൻ ആയിരിക്കാം. പുള്ളി വയ്യാണ്ടെങ്ങാണ്ട് കിടക്കുവാണ്. ജോർജ് കുട്ടി അറിഞ്ഞുകൊണ്ട് ചതിച്ചത് പുള്ളിയാണല്ലോ. അതുകൊണ്ടായിരിക്കാം ഏറ്റു പറയുന്നത്. പിന്നെ പുള്ളി വയ്യാണ്ട് കിടക്കുന്നതുകൊണ്ട് കാര്യം സേഫ് ആണ്. പിന്നെ ജോർജ് കുട്ടിയുടെ കാര്യം എടുത്ത് നാട്ടുകാർക്കൊന്നും പഴയതുപോലെ അത്ര മതിപ്പ് കാണില്ല. ചെറിയ രീതിയിലുള്ള ഒറ്റപ്പെടുത്തൽ ജോർജ് കുട്ടിയും കുടുംബത്തിനും ഉണ്ടാവാതിരിക്കില്ല. അത് ചിലപ്പോ മക്കളുടെ ഭാവി വരെ ബാധിച്ചേക്കാം. കല്യാണം കാര്യങ്ങളൊക്കെ. ജോർജ് കുട്ടി ഒരു ഓർഫൻ ആയിരുന്നു. അങ്ങനെ ഒരു ഫാമിലിയൊക്കെ ആയപ്പോ പുള്ളി ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ മക്കൾ തന്നെ ക്രിമിനലായി കാണുമെന്ന പേടി. അങ്ങനെ മൊത്തത്തിൽ ഒരു കരുതലോടെയും കുറ്റബോധത്തോടെയാണ് ഇപ്പോ ജോർജ് കുട്ടി ജീവിക്കുന്നത്. അങ്ങനെ സാധാരണ പോലെ സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ കഥ തുടങ്ങും. അങ്ങനെ പോലീസിനും നിയമത്തിനും എത്ര കിടന്ന് ചിന്തിച്ചിട്ടും തെളിയിക്കാൻ പറ്റാതെ പോയ ഈ കേസ് തെളിയിക്കാൻ മീഡിയ ഇറങ്ങുന്നു. മെയിനായിട്ടും 2 ജേർണലിസ്റ്റുകൾ. ഈ ഒരു കേസിനെ പറ്റി ഒരു ഡോക്യുമെന്ററി ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ കേസിനെ പറ്റി ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട ആളുകളെ പോയി കാണും. ഇങ്ങനൊരു സംഭവം ചെയ്യുമ്പോൾ ആദ്യം ജോർജ് കുട്ടിയെ പറ്റി അന്വേഷിക്കുന്നത് ആ കേസിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥരോടായിരിക്കും. അവരോടെല്ലാം അന്വേഷിക്കുന്നു. അങ്ങനെ ആരോ വീണ്ടും കേസ് കുത്തിപ്പൊക്കുന്നുണ്ടെന്ന് ജോർജ് കുട്ടി അറിയുന്നു. അതായിരിക്കും പുള്ളി ആരോടോ ചോദിക്കുന്നുണ്ട് അതാരാണെന്ന് അറിയാൻ കഴിയുമെന്ന്. അങ്ങനെ ഉദ്യോഗസ്ഥരിൽ നിന്ന് അവര് ജോർജ് കുട്ടിയുടെ കഥയിലെ എല്ലാവരെയും നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കുന്നതായി കാണാം. അതിൽ ചിലരോട് ജോർജ് കുട്ടി സംസാരിക്കുന്നുണ്ട്. ചിലപ്പോ അവരാരാണെന്ന് അറിയാനോ അല്ലെങ്കിൽ അവര് ഇവരിലേക്ക് എത്തുന്നത് ബ്ലോക്ക് ചെയ്യാനോ വേണ്ടിയായിരിക്കും. അങ്ങനെ അവർ ഈ കേസിനെ പറ്റി ഒരു ഡോക്യുമെന്ററി റിപ്പോർട്ട് തയ്യാറായി കാണും. ഒരു മീഡിയ റിപ്പോർട്ട് ആകുമ്പോൾ അവര് പോലീസിനേക്കാൾ കുഴിഞ്ഞു ചിന്തിക്കും. പരിപാടി കുറച്ചുകൂടി സിനിമാറ്റിക് ആക്കും. പോലീസ്, നാട്ടുകാർ അങ്ങനെ ഈ കേസുമായി കണക്ഷനുള്ള ഒരാളെ പോലും വിടാതെ ഒരു വീഡിയോ റിപ്പോർട്ട് അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. മെയിനായിട്ട് നാട്ടുകാര്. അവർക്ക് എല്ലായ്പ്പോഴും സംശയങ്ങളാണല്ലോ. സംശയങ്ങളും ഊഹാപോഹങ്ങളും ആവുമ്പോ ഇനി അത് ചുമ്മാ പറഞ്ഞ കള്ളമാണെങ്കിൽ പോലും അത് അബദ്ധത്തിലെങ്കിലും യഥാർത്ഥ സത്യത്തിലേക്ക് ലീഡാവും. ഇതിനു മുമ്പും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് വരുമ്പോ ജോർജ് കുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, അടയ്ക്കാത്ത ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോള് തുറന്നു കിടപ്പുണ്ടായിരിക്കും. അതായിരിക്കും ട്രെയിലറിലും പല ഷോട്ടിലും ജോർജ് കുട്ടിയും മകളും അങ്ങനെ ഇവരൊക്കെ ഒരു വീഡിയോ കണ്ട് പേടിച്ചിരിക്കുന്നത് പോലെ കാണിക്കുന്നത്. അതുപോലെ പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി എന്ന് പോലീസ് തന്നെ പുള്ളിയെ എലവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പോലീസ് ഈ ട്രെയിലറിന്റെ ഒരു പോയിന്റിൽ പറയുന്നുണ്ട് അവന്റെ കംപ്ലീറ്റ് ഫയൽസും എടുക്കാൻ. അപ്പോ എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പോലീസിന് പോലും വിട്ടുപോയ എന്തെങ്കിലും ഒരു കാര്യം. പക്ഷെ നമ്മൾ എന്തത് ചിന്തിക്കാതെ എന്ന ലെവലിൽ ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കാണും. എന്താണ് ജോർജ് കുട്ടിയുടെ പാസ്റ്റിൽ നിന്നും ലീക്ക് ആയത്? സെക്കൻഡ് പാർട്ടിൽ അങ്ങനെ ഒരു ലീഡ് കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി പിന്നീട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. അപ്പോഴേക്കും കഥ വേറെ ട്രാക്കിൽ കയറിപ്പോയി. അതായത് ദൃശ്യം 2 അനുവും ഫ്രണ്ടും ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതിൽ ഇവരുടെ കഥയാണ് ഇവൻ ഷോർട്ട് ഫിലിം ആക്കുന്നത്. അതായത് മൊത്തത്തിലല്ല, ഒരു ഇൻസ്പിറേഷൻ പോലെ അത് എടുത്തു പറയുന്നുണ്ട്. അതിൽ കാണിക്കുന്ന ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ കോൺസെപ്റ്റ് വെച്ച് അവനോട് അറിയാവുന്ന കഥ മൊത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അന്നെങ്ങാണ് അവൻ ആ ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആ ഷോർട്ട് ഫിലിം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാൽ അതൊരു ലീഡാണ്. ഇനി അവനാണോ ഇവനെന്നും ഒരു ഡൗട്ടുണ്ട്. അന്നേ അവരുടെ കഥയിലൊക്കെ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പടത്തിൽ ഇത് തന്നെ വരാം എന്നല്ല, ഒരു സാധ്യത. ഡയറക്ടർ ജിത്തു ജോസഫ് ആയതുകൊണ്ട് ഈ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ദൃശ്യം ഫസ്റ്റില് ഒരു ന്യൂസിന്റെ ഹെഡ്ലൈൻ കൊണ്ട് ദൃശ്യം 2 ഫുൾ പടം കൊണ്ടുപോയി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല സാധ്യതയാണ്. സാധ്യത മാത്രം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിന് ശേഷം ഇനി എന്ത്? അതിന്റെ അടുത്ത മുൻകരുതൽ എടുക്കാൻ വേണ്ടിയാവും ഈ വക്കീലിനെ വന്ന് കാണുന്നത്. ഇനി ഈ പ്രശ്നത്തിൽ ജോർജ് കുട്ടി പെടുവോ അതോ രക്ഷപ്പെടുവോ എന്ന് പടം വരുമ്പോ അറിയാം.